നമുക്കറിയാം നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. ഓരോ ആൾക്കാർക്കും ഓരോ രൂപങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, അവരുടെ വസ്ത്രധാരണ രീതി വ്യത്യാസമാണ്. അങ്ങനെ വ്യത്യസ്ത ചിന്തകളും കാഴ്ചപ്പാടുകളുമുള്ള മനുഷ്യരാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുന്നത്. ഒരു പൊതുവിദ്യാലയം എന്ന് പറയുമ്പോൾ അവിടെ ഇറസ്പെക്റ്റീവ് ഓഫ് റിലിജിയൻ, ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ തോട്ട്, യു ആർ ഫ്രീ ടു കം ആൻഡ് എഡ്യൂക്കേറ്റ്, യു ക്യാൻ ലേൺ എന്നുള്ളതാണ്. ആർക്കും വരെ ഇവിടേക്ക്. അവിടെ നിങ്ങളുടെ എക്കണോമിക് സ്റ്റാറ്റസ് പോലും ഒരു വിഷയമല്ല. അപ്പൊ അങ്ങനെ എല്ലാവർക്കും തുറന്നിട്ട വാതിലില്ലേ ഒരു ആശയം നടപ്പിലാക്കുമ്പോൾ അത് എല്ലാവരും ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ആശയമാവണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ച കൺസേൺ എന്നുള്ളത്. അപ്പൊ ഇവിടെ സൂംബ ഡാൻസ് നാളെ മുതൽ എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കുമെന്ന് പറയുന്നു. അപ്പൊ അതിനോട് യോജിക്കാത്ത ആളുകൾ ഉണ്ടാകാം. എന്റെ കുട്ടി അത്തരത്തിലുള്ള ഒരു വ്യായാമ മുറ പരിശീലിക്കേണ്ട എന്ന് ഒരു രക്ഷിതാവ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ അവർ ഈ പറയുന്ന രൂപത്തിൽ ഇടകലരിൽ വിഷയം ഉണ്ടാകാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വസ്ത്രധാരണത്തിൽ വിഷയമില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. യൂണിഫോം ആണല്ലോ സ്കൂളുകളിലൊക്കെ, അപ്പം അത്തരത്തിലുള്ള വിഷയം ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ എന്താണെങ്കിലും അങ്ങനെ ഒരു പാരന്റ്സ് കൺസേൺ അറിയിക്കുന്നുണ്ട് എങ്കിൽ അതിനെ പരിശോധിക്കാൻ, അവരെ കൂടി ചേർത്ത് പിടിക്കാനുള്ള ഒരു രീതി സർക്കാർ ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് എനിക്കിവിടെ കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയി തോന്നുന്ന കാര്യം, ഒരു വിഷയം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുമ്പോൾ ഗവൺമെന്റ് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോട് അഭിപ്രായം തേടണം. ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, PTA ഉൾപ്പെടെയുള്ള ആ നാട്ടിലെ ആളുകൾ, പ്രത്യേകിച്ച് ഇവിടെ മതപരമായിട്ടുള്ള ഒരു കൺസേൺ ആണ് ആളുകൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോടൊക്കെ അഭിപ്രായം തേടുന്നത് നല്ലതാണ് എന്നാണ് മുന്നോട്ട് വെക്കാനുള്ളത്. പിന്നെ വ്യായാമത്തിന് അത്തരത്തിലുള്ള പദ്ധതികൾ നമ്മുടെ സ്കൂളിൽ നടപ്പിലാക്കുന്നതിനോട് എതിരല്ല. തീർച്ചയായിട്ടും അത് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ടല്ല നടപ്പിലാക്കേണ്ടത്. അത് നിർബന്ധമായിട്ടും സിലബസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ റുട്ടീന്റെ, നമ്മുടെയൊക്കെ ജീവിത രീതിയുടെ ഭാഗമായിട്ടോ നടപ്പിലാക്കേണ്ട കാര്യമാണ്. ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്ന ഇടമാണ് വിദ്യാലയങ്ങൾ. അപ്പോൾ അവിടെ അത്തരത്തിൽ നടപ്പിലാക്കുന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നു എന്ന് പറയുകയും യാതൊരു രൂപത്തിലുള്ള അഭിപ്രായങ്ങളും തേടാതെ നടപ്പിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു കൈൻഡ് ഓഫ് അടിച്ചേൽപ്പിക്കൽ തന്നെയാണ് എന്ന് തോന്നിപ്പോവുകയാണ്.